വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ സന്തോഷത്തിൽ വിഷ്ണുവും ശാലിനിയും കൂടി അങ്ങ് ഉമ്മറത്തേക്ക് വരികയാണ്. നേരെ രോഹിത്തും അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് ബ്രോ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോവുകയാണ്, കൺഗ്രാറ്റുലേഷൻസ് എന്നും പറഞ്ഞ് വിഷ്ണു കൈ കൊടുക്കുകയാണ് രോഹിത്തിന്. തുടർന്ന് ശാലിനിയും കൈ കൊടുക്കുന്നുണ്ട്. അന്നേരം അവസാനം ആകെ സന്തോഷിച്ച് രോഹിത്ത് നിൽക്കുമ്പോൾ ഇതെല്ലാം ഈ IAS ബുദ്ധിയാണ് എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം എന്നൊക്കെ ശാലിനി ആക്കുന്നുണ്ട്. അന്നേരം അതിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും എന്ന് രോഹിത്ത് പറയുകയാണ്. തുടർന്ന് അതൊന്നുമല്ല, സുസ്മിത എന്ന കാട്ടുകൊമ്പനെ മെരുക്കിയെടുത്ത് ഒരു മനുഷ്യജീവിയാക്കാനുള്ള നമ്മുടെ സംയുക്ത ശ്രമമാണ്, അങ്ങനെ കൂട്ടിയാൽ മതി എന്നും പറഞ്ഞ് 3 പേരും കൂടി ചിരിച്ച് സന്തോഷിച്ച് പരസ്പരം കൈയടിച്ച് കൈകോർത്ത് അങ്ങനെ നിൽക്കുകയാണ് കുറേ നേരം. തുടർന്ന് കാണിക്കുന്നത് രാവിലെ കുടുംബശ്രീ ഹോട്ടലാണ്. ഹോട്ടൽ തുറന്നിട്ടുണ്ട്. ശാന്തയും രാജിയുമൊക്കെ ഓരോ ജോലികളിലാണ്. ശാരദാമ്മ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം കൗണ്ടറിലെ കസേരയിലേക്ക് ഇരിക്കുകയാണ്. അതേസമയം ശാരിക നിന്ന് മിറ്റം തൂക്കുന്നുണ്ട്. ഭാനുമതി അമ്മ പുറത്ത് പൈപ്പിൻ ചൂട്ടിൽ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. തുടർന്ന് മേശ തുറന്ന് നോക്കുമ്പോൾ ശാരദാമ്മ വെച്ച പൈസ കാണുന്നില്ല. ആകെ ടെൻഷനോട് കൂടി അവിടെ മൊത്തം നോക്കുകയാണ്. എന്നിട്ട് മിറ്റം തൂത്തുകൊണ്ടിരിക്കുന്ന ശാരിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ മേശയിൽ വച്ചിരുന്ന 8000 രൂപ കണ്ടിരുന്നോ? അതിൽ 5000 രൂപ ചിട്ടിക്കുള്ളതാണ്. രാവിലെ ബലരാമൻ വരും, ഞാൻ എന്തു പറയും എന്നും പറഞ്ഞ് ആകെ ടെൻഷനിലൊക്കെയാണ് ശാരദാമ്മ. അന്നേരം ശാന്തയും രാജിയും ഒക്കെ അടുത്തേക്ക് വരുന്നുണ്ട്. ശാരദാമ്മ ഇവിടെ തന്നെയാണോ വെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഇവിടെ തന്നെ എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് വീണ്ടും അവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ട് എല്ലാവരും ചേർന്ന്. തുടർന്ന് ശാന്ത പറയുകയാണ്, ശാരദാമ്മ ഹോട്ടൽ പൂട്ടിയതിന് ശേഷവും ഇതിനകത്ത് ആളുണ്ടായിരുന്നല്ലോ എന്ന്. അന്നേരം രാജി പറയുകയാണ്, അതിന് പൂട്ടൊന്നും പൊളിച്ചിട്ടില്ലല്ലോ എന്ന്. ഭാനുമതി അമ്മയെ ഉദ്ദേശിച്ചാണ് അവരത് പറയുന്നത്. അന്നേരം പഠിച്ച കള്ളന്മാർക്കും കള്ളികൾക്കും ഒക്കെ ഒരു സ്ലൈഡ് കിട്ടിയാലും മതി എന്ന് പറയുമ്പോൾ പുറത്ത് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ഭാനുമതി അമ്മയെ നോക്കുകയാണ് എല്ലാവരും ചേർന്ന്. തുടർന്ന് ശാരികയും ശാരദാമ്മ വഴക്ക് പറയുകയാണ്, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ വയ്യാവേലിയൊന്നും തലയിൽ വലിച്ചു വയ്ക്കരുതെന്ന്. അന്നേരം രാജി പറയുകയാണ്, അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ, പെട്ടെന്ന് അവരെ അങ്ങ് പറഞ്ഞു വിടാൻ നോക്കുന്നു. അന്നേരം പറഞ്ഞു വിടാനോ, അപ്പോൾ കാശോ ഒന്ന് ശാരിക ചോദിക്കുകയാണ്. അതൊക്കെ എത്തേണ്ടിടത്ത് എത്തിക്കാണും എന്ന് രാജി പറയുമ്പോൾ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ, അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പാത്രങ്ങളുമായിട്ട് ഭാനുമതി അമ്മ ഹോട്ടലിനകത്തേക്ക് വരുന്നത്. തുടർന്ന് ശാരിക ഭാനുമതി അമ്മയെ ചോദ്യം ചെയ്യുകയാണ്, നിങ്ങളിങ്ങോട്ട് വന്നേ, നിങ്ങളാ എടുത്തു വെച്ചിരിക്കുന്ന കാശ് ഇങ്ങ് തരാൻ പറയുന്നുണ്ട്. അന്നേരം ഏത് കാശ് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ മേശവിരിപ്പിൽ നിന്നെടുത്ത 8000 രൂപ ഇങ്ങ് എടുക്കാനായിട്ട് പറയുകയാണ്. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഇങ്ങ് എടുക്കാൻ പറയുമ്പോൾ തൻ്റെ സാരി തുമ്പിൽ നിന്ന് കെട്ടിയിട്ട് ഇരിക്കുന്ന കുറച്ച് പൈസ എടുത്ത് ഭാനുമതി അമ്മ കൊടുക്കുന്നുണ്ട്. അന്നേരം ഇത്രയേ ഉള്ളൂ, ഇതല്ല ഞാൻ ചോദിച്ചത്, ആ 8000 രൂപയാണ് ചോദിച്ചത് എന്ന് ശാരിക വീണ്ടും പറയുകയാണ്. അന്നേരം അത്രയും കാശ് ഞാൻ എടുത്തെന്നോ, നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, സത്യം പറഞ്ഞു എന്നും പറഞ്ഞ് ശാരിക ദേഷ്യപ്പെടുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ഈ പൈസ ഇവർ വന്നപ്പോഴേ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, തെണ്ടിപ്പറകി കിട്ടിയതിൽ നിന്നും അവർ സമ്പാദിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം രാജിയും ശാന്തയും ഒക്കെ ചേർന്ന് ഭാനുമതിയമ്മയെ വഴക്ക് പറയുകയാണ്, ഇവർ തന്നെയായിരിക്കും എടുത്തത്, പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പാർട്ടിയാണ്, പതിവില്ലാതെ ഇവരിന്ന് ഓരോ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, ഇവർ തന്നെയാണ് എടുത്തതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാനല്ല എടുത്തതെന്ന് ഭാനുമതിയമ്മ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇടയ്ക്ക് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. തുടർന്ന് ഇവരെ കൊണ്ട് ഞാൻ ഇന്ന് പറയിപ്പിക്കുമെന്നും പറഞ്ഞ് ഭാനുമതി അമ്മയുടെ നേർക്ക് ശാരിക അടുക്കുമ്പോൾ ശാരികയെ പിടിച്ചു മാറ്റിയിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, ഒരു മോഷണം നടക്കുമ്പോൾ അത് ആരാണെന്നൊന്നും അറിയാതെ എങ്ങനെയാണ് അവരുടെ മേലിൽ കുറ്റം ചുമത്തുക, ഇവരുടെ മേൽ തെളിവൊന്നുമില്ലല്ലോ, പിന്നെ ഇത് മോഷണമൊന്നും അല്ല എന്ന് മോഷണമാണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ, ശ്യാമയോട് കൂടി ഒന്ന് ചോദിക്കാം, അവളിനി എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തതാണെങ്കിലോ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം ശാരികയും ഒന്ന് ആലോചിക്കുന്നുണ്ട്, ഇനി ശ്യാമ എടുത്ത് കാണുമോ എന്നുള്ളത്. തുടർന്ന് ശാന്ത ചോദിക്കുന്നുണ്ട്, ഇത്ര രാവിലെ ശ്യാമ ഇത് എവിടെ പോയതാണെന്ന്. അന്നേരം സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞാണ് അവൾ പോയത് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശാന്തയും രാജിയും ഒക്കെ ഓരോ ജോലികൾ ചെയ്യാനായിട്ട് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ശാരികയുടെ കയ്യിൽ നിന്നും ആ രൂപ പിടിച്ചു വാങ്ങി ഭാനുമതിയമ്മയെ ഏൽപ്പിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് അമ്മയാണ് ഓരോന്നിനും വളം വെച്ച് കൊടുക്കുന്നത് എന്ന് ശാരദാമ്മയോട് ദേഷ്യപ്പെട്ട് ശാരികയും അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. തുടർന്ന് കൗണ്ടറിലേക്ക് ഇരുന്ന ശേഷം വീണ്ടും അവിടെയൊക്കെ പൈസ ഉണ്ടോ എന്ന് ശാരദാമ്മ അന്വേഷിക്കുന്നുണ്ട്. തുടർന്ന് ശ്യാമയുടെ കയ്യിൽ കോളേജിൽ പോകാൻ നേരത്തും പൈസ കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ കാശൊന്നും തന്നു വേണ്ട അമ്മയെന്ന് ശ്യാമ പറഞ്ഞതും പിന്നീട് ശാലിനി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ചികിത്സയിലൂടെ ഡ്രഗ് അഡിക്റ്റ് അതിൽ നിന്നും വിമുക്തി നേടി വരും, പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ടും അതിലേക്ക് പോയിട്ടുണ്ട്, അങ്ങനെയുള്ള പെൺകുട്ടികളെയും കല്യാണം കഴിക്കാൻ ആരും തയ്യാറാകില്ല, നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കണം എന്നൊക്കെ ശാലിനി പറഞ്ഞതും ഒക്കെ ഓർത്തങ്ങ് സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ കൗണ്ടറിൽ തന്നെ ശാരദാമ്മ.
തുടർന്ന് കാണിക്കുന്നത് രാഘവൻ നായരെ വീൽ ചെയറിൽ പുറത്ത് പാർക്കിലൊക്കെ കൊണ്ടുവരികയാണ് വിഷ്ണുവും ശാലിനിയും കൂടി ചേർന്ന്. അന്നേരം അവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് എങ്ങനെയുണ്ട് അച്ഛാ പുറം ലോകം എന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം കൂട്ടിൽ നിന്നും തുറന്നു വിട്ട ഒരു കിളിയെ പോലെയാണ് എൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് കുറേ തത്വശാസ്ത്രങ്ങളൊക്കെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം അച്ഛൻ ഫിലോസഫിയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം പണ്ടത്തെ ഞാനാണ് ഇപ്പോഴത്തെ നീ, ഇങ്ങനെ പുറത്തേക്കൊക്കെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം അച്ഛനെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ആ സുസ്മിത എന്തേലും പറഞ്ഞ് മുടക്കമുണ്ടാക്കുമെന്ന് ശാലിനി പറയുമ്പോൾ അതൊരു അസുര ജന്മമാണ്, അതിനെ കല്യാണം കഴിപ്പിച്ച് വിടാമെന്ന് നിങ്ങളുടെ അമ്മ ഭാമ ഒരു ഉഗ്ര ശബ്ദം എടുത്തല്ലോ, അതെന്തായി എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും മിണ്ടുന്നില്ല, അങ്ങ് പരസ്പരം നോക്കിയിരിക്കുകയാണ്. അന്നേരം ഞാനറിയാതെ ആ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അതൊക്കെ നിങ്ങൾ രണ്ടുപേർക്കും അറിയാമെന്ന് നിങ്ങളുടെ മുഖം പറയുന്നുണ്ട്, എന്താ മക്കളെ കാര്യം എന്ന് രണ്ടുപേരോടുമായിട്ട് രാഘവൻ നായർ ചോദിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇരുന്ന ശേഷം ശാലിനി പറയുന്നുണ്ട്, അച്ഛനോട് ഇത് എങ്ങനെ പറയും എന്നുള്ള ആലോചനയിലായിരുന്നു ഞങ്ങളെന്ന്. അന്നേരം എന്തായാലും എന്നോട് പറ മക്കളെ എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, അച്ഛനറിയാമോ ഞങ്ങളുടെ വീട്ടിൽ പുതിയതായിട്ട് വന്ന ഡ്രൈവർ രോഹിത് ആരാണെന്ന് അറിയാമോ എന്ന്. തുടർന്ന് ആ സുസ്മിതയുമായിട്ടുള്ള സകല കഥകളും രോഹിത്തും സുസ്മിതയുമുള്ള ബന്ധവും കഥയും ഒക്കെ രാഘവൻ നായരോട് ശാലിനി പറയുകയാണ്. അന്നേരം അപ്പോൾ ആ വഞ്ചകി സുസ്മിത തന്നെയാണല്ലേ എന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. തുടർന്ന് ആ വഞ്ചകയെ വെറുതെ വിടരുത് എന്ന കഥകളെല്ലാം കേട്ട ശേഷം ദേഷ്യത്തോടു കൂടി രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ഉചിതമായ ശിക്ഷ തന്നെയാണ് അവൾക്ക് കൊടുക്കാൻ പോകുന്നത്, രോഹിത് തന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടും എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം അതെങ്ങനെയെന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, അമ്മയ്ക്ക് പക്ഷേ സുസ്മിതയാണ് രോഹിത്തിനെ ചതിച്ചത് എന്നറിയില്ല, രോഹിത്തിനെ ഏതോ ഒരു പെൺകുട്ടി ചതിച്ചു, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഡ്രൈവർ, എന്നാൽ നമ്മളാണെങ്കിൽ ഇതിന് പിന്നിൽ ഒരു കളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സുസ്മിതയ്ക്ക് രോഹിത്തിനോട് പ്രണയമാണ് എന്നുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ അമ്മയുടെ മുമ്പിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അമ്മ തന്നെ മുൻകൈ എടുത്ത് അവരുടെ കല്യാണം നടത്തി കൊടുക്കാനാണ് സാധ്യത എന്ന് വിഷ്ണു പറയുമ്പോൾ അതെ അത് തന്നെയാണ് വേണ്ടത്, അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അത് തന്നെയാണ്, അച്ഛൻ്റെ ഭാഗത്ത് നിന്നും അതിന് എന്ത് സഹായവും ഉണ്ടാകും, ഏതൊരു അസുര ജന്മവും ഭൂമിയിൽ അങ്ങ് തകർത്താടുമ്പോൾ അതിനെ നിഗ്രഹിക്കാനായിട്ടൊരു ദേവാംശം ഉടലെടുക്കും, അതാകട്ടെ രോഹിത് എന്ന് പറയുകയാണ് രാഘവൻ നായർ. തുടർന്ന് കാണിക്കുന്നത് ഒരു മയക്കുമരുന്ന് സങ്കേതമാണ്, ഒരു ഗോഡൗൺ പോലത്തെ സ്ഥലം, അവിടെ പല ഭാഗങ്ങളിൽ നിന്ന് ഓരോരുത്തരും മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ്, മനുവും കൂട്ടുകാരും ഒക്കെയുണ്ട്. ഈ സമയത്ത് അവിടേക്ക് പതിയെ നടന്ന് പേടിയോടുകൂടി നടന്നു വരികയാണ് ശ്യാമ. തുടർന്ന് മനുവിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ദേ ആരാണ് വരുന്നതെന്ന് നോക്കിക്കുകയെന്ന്. അന്നേരം എന്താടി നിനക്കിവിടെ കാര്യം എന്ന് മനു ചോദിക്കുകയാണ്. അന്നേരം പഴയതൊക്കെ വിട്ടേക്ക്, ഞാൻ മരുന്നിനാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം നീ മാനസാന്തരപ്പെട്ട് കന്യാമറിയൊക്കെ ആയി മാറിയല്ലോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ കളഞ്ഞേക്ക്, ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശുണ്ട്, 8000 രൂപയുണ്ട്, എനിക്ക് ഒറ്റ ഡോസ് തന്നാൽ മതി, ബാക്കി നീ പഴയ കണക്കിൽ വെച്ചോ, ബാക്കി ഞാൻ കുറേശ്ശെ തന്നു തീർത്തോളാം, ഒറ്റ ഡോസ് മതി എന്നും പറഞ്ഞാൽ കാശ് മനുവിന് നേരെ നീട്ടുകയാണ് ശ്യാമ. അന്നേരം കാശിൽ നോക്കിയ ശേഷം മനു ഒരു നിമിഷം വിഷ്ണു തന്നെ പെരുമാറിയതും ഗോപാലകൃഷ്ണൻ അടിച്ചതും ഒക്കെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ആ ബൈക്കിൻ്റെ പുറത്താണ് മനു ഇരിക്കുന്നത്. അവിടെ ബൈക്കിൽ നിന്നും ചാടി ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, പണം മാത്രമല്ലല്ലോ കാര്യം, നിൻ്റെ ചേച്ചിമാരും ഭർത്താക്കന്മാരും പോലീസുകാരും എല്ലാവരും ചേർന്ന് എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് തളർത്തി, അതിനൊക്കെ പകരമായിട്ട് ചോദിക്കാൻ ഒരു കിസ് മാത്രമാണ് നിന്നോട് ഞാൻ ചോദിച്ചത്, അന്ന് അതിനാണ് നിൻ്റെ തന്തപ്പടി എൻ്റെ കരണക്കുറ്റിക്ക് അന്ന് പൊട്ടിച്ചത്, ഇപ്പോൾ നിന്നെ ഇവിടെ ഇട്ട് ഞാൻ എന്ത് ചെയ്താലും ആരും ഒന്നും കാണാനും പോകുന്നില്ല, എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് ആകെ അങ്ങ് പേടിയാവുന്നുണ്ട്. തുടർന്ന് ശ്യാമ പേടിച്ച് പുറകോട്ട് മാറുമ്പോൾ മനു അടുത്തേക്ക് നീങ്ങിയാണ്. എന്നിട്ട് ഒരു നിമിഷം നിന്ന ശേഷം മനു പറയുന്നുണ്ട്, ഞാൻ അതൊക്കെ വിട്ടു, പക്ഷേ അന്ന് കോളേജ് മുഴുവൻ സാക്ഷിയാക്കി നിൻ്റെ തന്തപ്പടി എൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചത്, അതിന് ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ശ്യാമയെ അടിക്കാനായിട്ട് മനു കൈ ഓങ്ങുകയാണ്. അന്നേരം ആ കൈ തടുക്കുകയാണ് പോൾസൺ. അന്നേരം അച്ചായ എന്നും പറഞ്ഞ് മനു നിൽക്കുമ്പോൾ മനുവിനെ കാലം നോക്കി ഒരടി എടുക്കുകയാണ് പോൾസൺ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ വന്നിരിക്കുന്നത് കച്ചവടം നടത്താനാണ്, അല്ലാതെ പക വീട്ടാനല്ല, കാശ് വാങ്ങിച്ചിട്ട് സാധനം എടുത്ത് കൊടുക്കടാന്ന് ദേഷ്യത്തോടെ പോൾസൺ പറയുകയാണ്. തുടർന്ന് ശ്യാമ പൈസ നീട്ടുമ്പോൾ മനുവിൻ്റെ കൂട്ടുകാരൻ അതങ്ങ് വാങ്ങുകയാണ്. അടികൊണ്ട മനു ആണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. തുടർന്ന് മരുന്ന് വാങ്ങുന്ന ശ്യാമ അവിടെ തന്നെ വേറെ സ്ഥലത്തേക്ക് പോയിരുന്ന ശേഷം അത് ഉപയോഗിക്കുകയാണ്.
തുടർന്ന് മനു ചോദിക്കുന്നുണ്ട്, എന്നാലും അച്ചായ അവൾക്ക് വേണ്ടി അച്ചായൻ എന്നെന്നും പറഞ്ഞ് കവിളിലിങ്ങനെ കൈവയ്ക്കുകയാണ്. അന്നേരം അവൾക്ക് വേണ്ടിയല്ലടാ, ഇത് നമുക്ക് വേണ്ടിയാണ്. നമ്മളിങ്ങനെ പല ബിസിനസ് ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെയൊന്നും പിറകെ മണം പിടിച്ച് ഒരു പോലീസുകാരനും ആരും ചോദിക്കാനും വന്നിട്ടില്ല. ഒരു ദിവസം മരുന്ന് കിട്ടാതെയൊക്കെ ആത്മഹത്യ ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവളാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാനായിട്ട് ഒരു വഴി ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇപ്പോൾ ഡി അഡിഷനും ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഇവളെ നമുക്ക് വേണം. കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കാനായിട്ട് ഒരു നിമിഷം പോലും മയക്കുമരുന്ന് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവൾക്ക് ഉണ്ടാവണം. തുടർന്ന് അവസാനം ഇവൾ ഉറ്റവരുടെ ആരുടെയെങ്കിലും കഴുത്തിൽ കത്തി വെക്കുക തന്നെ വേണം. അവസാനം സ്വബോധം വരുന്ന നിമിഷത്തിൽ എല്ലാം കൊണ്ടുള്ള പശ്ചാത്താപത്തിൽ ഒരു മരക്കൊമ്പിൽ കഴുത്തിൽ കയറ് കെട്ടി ആടുന്ന അവസ്ഥയും ഇവൾക്ക് ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇതാണ് എന്ന് മനുവിനോട് പോൾസൺ പറയുകയാണ്. ഇതേസമയം മയക്കുമരുന്ന് ഉപയോഗിച്ച് ലഹരിയിലങ്ങ് ഇരിക്കുകയാണ് ശ്യാമ. തുടർന്ന് ഇനി ഒരു വിരലും ഉയരരുത് മാഡത്തിൻ്റെ നേരെ എന്ന് പോൾസൺ പറയുകയാണ്. അന്നേരം അച്ഛൻ എന്താ പറഞ്ഞത്, ഏത് മാഡം എന്ന് മനു ചോദിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് വിഷയം മാറ്റാനായി, ഞാൻ അങ്ങനെ പറഞ്ഞോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നീ അത് കേട്ടതായിട്ട് ഭാവിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെങ്കിൽ അത് തലയ്ക്കകത്ത് സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പൊട്ടിച്ചിതറും തലയെ എന്ന് പറഞ്ഞ് ഒരു ഭീഷണി സ്വരം പോലെ പോൾസൺ മനുവിനോട് പറയുകയാണ്. അന്നേരം ഏത് മേഡത്തിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞ് മനു ആലോചിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു കഥയിൽ പുതിയ ഒരു വില്ലത്തി കൂടെ വരാനായിട്ട് സാധ്യതയുണ്ട്. തുടർന്ന് പോൾസൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. അന്നേരം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുമ്പോഴും മാഡം എന്നാണ് എഴുതി കാണിക്കുന്നത്. പോൾസൺ അറിയാതെ വായിൽ നിന്നും മാഡം എന്ന് പറയുന്നുണ്ട്. മനു അതും ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് പോൾസൺ കോൾ അറ്റൻഡ് ചെയ്യുന്ന കാണിക്കുന്നില്ല. ഇതേസമയം ആ കാറിൽ ഒരു സ്ത്രീയും കുറച്ച് ഗുണ്ടകളാണെന്ന് തോന്നുന്നു ഫ്രണ്ടിലിരിക്കുന്ന അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ മുഖം വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. അതാ മാഡം ആരാണ് എന്നുള്ളത്. ഫോൺ ചെവിയിൽ വെച്ചിരിക്കുന്ന, കണ്ണിൽ ഗ്ലാസ് വെച്ചിരിക്കുന്നു, ഈ ഒരു രൂപം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.